കുർബാന അനുഭവിക്കുമ്പം മുട്ട് വളയ്ക്കണോ? ഈ വിഷയമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ റിഞ്ചു അച്ഛൻ, ക്രിസ്ത്യൻ വിസ്ഡം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഞാൻ ഈ പറഞ്ഞതിൻ്റെ കാരണം, ഇവിടെ നടുക്കുന്നാണ് ഞങ്ങൾ കുർബാന കൊടുക്കുന്നത്. സാധാരണ നമസ്കാരമേശ സെൻട്രൽ ഇടുമ്പോൾ സൈഡിൽ നിന്നാണെങ്കിൽ ഞാനിവിടെ നടുക്കുന്ന കൊടുക്കുന്നത്. ഈ കുർബാന കൊടുക്കുന്ന സമയത്ത് ചില ആളുകൾ വന്നിട്ട് കാലിങ്ങനെ അങ്ങ് വളയ്ക്കും, വളച്ചിട്ട് ഇങ്ങനെയാവും. പല ദൂഷ്യങ്ങൾ അത് മുഖാന്തരമുണ്ട്. എന്താ കാര്യം? കാരണം നമ്പർ 1, എന്താ കാരണമെന്ന് ചോദിച്ചാൽ, എന്തിനാണ് ഈ കുർബാന കൊള്ളുമ്പം മുട്ട് വളയ്ക്കുന്നതെന്നുള്ള അർത്ഥം അറിയാത്തവരാണ്. എന്തിനാണ് മുട്ട് വളയ്ക്കുന്നത്? കാർമികൻ്റെ കയ്യിൽ കാസായോ പീലാസോ ഇരിക്കട്ടെ, അതുകൊണ്ട് കുർബാന കൊടുക്കുമ്പം നമ്മുടെ വായ്, അതായത് കുർബാന അനുഭവിക്കുന്നവരുടെ വായ് കാസായോടും പീലാസയോടും ഏകദേശം ഒരേ ഹൈറ്റ് വരണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ മുട്ട് വളയ്ക്കുന്നത്. അപ്പോൾ മുട്ട് വളയ്ക്കണ്ടെന്നല്ല അർത്ഥം. അച്ഛൻ പിടിച്ചിരിക്കുന്ന കാസായുടെയും പീലാസായുടെയും ഹൈറ്റിന് മുകളിലുള്ള ആളുകൾ ഒന്ന് മുട്ട് വളച്ചു കൊടുത്താൽ ഒരേ ഹൈറ്റ് വരും. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്നറിയാമോ? വളരെ കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, അവരെന്തോ ചെയ്യും? മുട്ട് വളയ്ക്കും. അപ്പം ഇപ്പം ഞാൻ വീഡിയോ ഫോട്ടോ കാണിക്കുന്നുണ്ട്. ഈ വികാരി അച്ഛൻ ഇങ്ങനെ കുനിഞ്ഞു പോയാൽ പോലും കൊടുക്കാൻ പറ്റില്ല. എത്ര പ്രാവശ്യം കുനിയും? ഓരോ കുഞ്ഞുങ്ങൾക്ക് വരുമ്പോഴും ആ കുഞ്ഞുങ്ങൾ നേരെ നിന്നാൽ മതി. അത് നേരെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഹൈറ്റ് അത്രയെങ്കിലും കിട്ടുമല്ലോ. 2, ഈ ആളുകൾ ഇങ്ങനെ വളഞ്ഞ സമയത്ത് ഇവർക്ക് ബാലൻസ് ഇല്ല. അപ്പം നമ്മൾ ഈ കുർബാന കൊണ്ട് ഇങ്ങനെ പോകണം. വാ തുറക്കുന്നിടത്ത് അടുത്തോട്ട് നിർത്താം എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ കുർബാന കൊണ്ട് പോവാം. കോർട്ടിലേക്ക് ബോൾ അടിച്ചിടുന്ന പോലെ കുർബാന കൊണ്ട് പോകണം. ഇതൊന്നും വേണ്ട. നിങ്ങൾക്ക് വിറയിലുള്ള ആളാണെങ്കിൽ അതിനൊന്നും ദൈവസന്നിധിയിൽ തെറ്റിദ്ധരിക്കുകയൊന്നും അല്ല ചെയ്യുന്നത്. നിങ്ങൾ നേരെ അങ്ങ് നിന്നാൽ മതി, നിങ്ങളുടെ വായിലേക്ക് കുർബാന വെച്ചിറങ്ങി. അപ്പം നമ്മൾ എന്തിനാണ് ഏതൊരു കാര്യവും, ഇതെന്നല്ല ഏതൊരു കാര്യം ചെയ്യുമ്പോഴും എന്തിനാണ് നമ്മൾ, എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, മറ്റ് ചില സഭകൾ, ഏത് സഭയെന്ന് ഞാൻ പറയില്ല, മറ്റ് ചില സഭകൾ മുട്ടുകുത്തി നിന്ന് കുർബാന കൊള്ളുന്നവരുണ്ട്, നാക്കയിൽ കുർബാന സ്വീകരിക്കുന്നവരുണ്ട്. ഇവിടെ അങ്ങനെയൊന്നുമല്ല. വളരെ സിമ്പിളായിട്ട് നിൽക്കുക, വാ തുറന്ന് സ്വീകരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ മലങ്കര സഭ പഠിപ്പിക്കുന്നത്. അങ്ങനെ ജീവിപ്പാൻ, അങ്ങനെ ചെയ്യാൻ നമുക്ക് കഴിയട്ടെ. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ.